നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേഡീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ഞി പോലെ സോഫ്റ്റായ ഒരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി ദോശ റൈസാണ്. നമുക്ക് ഏത് റൈസ് വേണേലും എടുക്കാം. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടെ ചേർക്കാം. മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മാത്രം മതി, കൂടുതൽ എടുക്കണ്ട. 1 കപ്പ് അരിക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇനി നമുക്കിതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 3 മണിക്കൂർ നമുക്കിത് സോക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് നല്ല വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ റൈസ് അരച്ചെടുക്കുന്നത്. ഇത് കുതിരാനായിട്ട് ഇത്രയും വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഞാൻ ഈ അരി ഇപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇത് സോക്ക് ചെയ്യാനായിട്ട് വെച്ച വെള്ളം തന്നെ കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരി അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരല്പം ഈസ്റ്റ് എടുത്ത് വയ്ക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടുണ്ടാവരുത്, ചെറിയ ചൂട് മതി. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊങ്ങി വന്നോളും. ഞാൻ ചേർത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് ആ ചോറ് തന്നെ ചേർത്താൽ മതി. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടത് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങാപ്പാലും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ചേർത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടും. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം നമ്മുടെ മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. 3 മണിക്കൂർ കൊണ്ട് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല സോപ്പ് പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരുപാടിട്ട് ഇളക്കരുത്. ഇതിൽ ആ എയർ ബബിൾസ് ഒന്നും പോകാതെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്കിനി അപ്പം തയ്യാറാക്കാം. ഞാൻ ഈ ചെറിയ പാത്രങ്ങളിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്കൊരല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. ഈ പാത്രങ്ങളിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഈ പാത്രം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മാവ് പാത്രത്തിൻ്റെ 1/4 പാത്രത്തോളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ.
ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് 3/4 പാത്രം മാത്രം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ 3 പാത്രത്തിലും 3/4 പാത്രം വീതം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് 10 മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തതാണ്. നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നും എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ പഞ്ഞിയപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാനായിട്ട് സ്പൂണോ കത്തിയോ ഒന്നും ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. എന്നിട്ട് പാത്രത്തിലേക്കൊന്ന് കമിഴ്ത്തിയാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പാത്രം ഒന്ന് ചൂടാക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി കിട്ടും. അപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല ഷേപ്പിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബാക്കി ഇരുന്നതും കൂടി നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ ഏത് കറി വേണേലും എടുക്കാം. ഞാനിവിടെ കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടല തലേദിവസം ഒന്ന് കുതിർത്തി വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് അതിന് നികക്കെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ കടല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് 3-4 വിസിൽ വരുന്നത് വരെ കടല നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ടയും ഗ്രാമ്പും ഏലക്കയും അല്പം പെരിഞ്ചീരകവും കുരുമുളകുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി എല്ലിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളിയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചെറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ചേർത്ത് ഒന്നുകൂടെ ഇത് വഴറ്റിയെടുക്കാം. തേങ്ങ ഫ്രീസറിൽ വെച്ചിരുന്നത് കൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അല്പസമയം ഒന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ച കടലയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തണുത്ത അരപ്പ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്നും 2 സ്പൂൺ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പ് നമുക്ക് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പം എപ്പോഴും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്, തണുത്ത വെള്ളം ചേർക്കരുത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലയും കൂടി ചേർത്ത് അരച്ചതുകൊണ്ട് കറി നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ കറി ഉള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പവും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി കടലക്കറിയുമാണ്. ഇതിപ്പോൾ കടലക്കറിക്ക് പകരം നമുക്ക് ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.